ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നിങ്ങളൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നമ്മളിൽ മിക്കവാറും ആൾക്കാരെല്ലാം തന്നെ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു രോഗമൊക്കെ വന്നിട്ട് നമ്മളൊരു ഡോക്ടറെ പോയി കാണും. ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഡോക്ടർ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വ്യായാമം ചെയ്യണം, നിങ്ങളുടെ ബോഡിക്കകത്ത് അത് കൂടുതലുണ്ട്, ഇത് കൂടുതലുണ്ട്, നിങ്ങൾ വ്യായാമം ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മളിൽ മിക്കവാറും ആൾക്കാരെല്ലാം തിരഞ്ഞെടുക്കുന്ന ഒരേ ഒരു ഓപ്ഷനാണ് നടത്തം എന്ന് പറയുന്ന വ്യായാമം. അല്ലാതെ ജിമ്മുണ്ട്, മറ്റുള്ള ഒരുപാട് വ്യായാമങ്ങളുണ്ട്. പക്ഷെ നമുക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തം ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നടത്തം എന്ന് പറയുന്നത് ഒരു നല്ല വ്യായാമമായിട്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ നടന്നോളൂ, നിങ്ങളുടെ ഒരു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ നടത്തം സഹായിക്കും. ചിലർ പറയും ഫാറ്റൊക്കെ കുറയ്ക്കും, അല്ലെ തടി കുറയ്ക്കും. ഒരിക്കലും നിങ്ങൾക്ക് നടന്നെന്നും പറഞ്ഞ് നിങ്ങളുടെ തടിയൊന്നും ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അതേ കണക്ക് നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതുള്ള സ്ട്രെങ്തനിങ് വ്യായാമങ്ങളോടൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് 2 വ്യായാമങ്ങളാണ് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോവർ ബോഡി, നിങ്ങളുടെ അരക്കെട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗം നല്ല സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ നടക്കുന്നതിൻ്റെ 100 ഇരട്ടി ഗുണം കിട്ടുന്ന 2 വ്യായാമങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരേപോലെ പ്രയോജനം കിട്ടുന്ന വർക്കൗട്ടുകളാണ്. നമ്മുടെ ലോവർ ബോഡി ആക്ടിവേഷൻ മാത്രമല്ല, ഇത് നമ്മുടെ ഫുൾ ബോഡിക്കും നല്ല ഒരു വ്യായാമങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മുടെ സ്പൈൻ്റെ നട്ടലിൻ്റെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും എല്ലാം സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പം ഏതൊക്കെയാണ് ആ വ്യായാമങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുവാൻ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ വർക്കൗട്ടുകളെന്ന്. അപ്പം ഞാനിപ്പം റൂമിൻ്റെ നമ്മുടെ മുറ്റത്ത് ആണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കിത് റൂമിൽ വേണമെങ്കിലും ഫോളോ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് മുറ്റത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് ഇത് വാക്കിംഗ് ലഞ്ചസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. വാക്കിംഗ് ലഞ്ചസ് ചെയ്യാനായിട്ട് ഇതേപോലെ ഞാൻ ഈ നിൽക്കുന്ന കണക്ക് നിങ്ങൾക്ക് നിൽക്കാം. നിങ്ങൾ 2 കാലുകളും ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാം. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ മുമ്പോട്ട് വെക്കുക, ഇത്ര മാത്രം. നിങ്ങളുടെ കൈ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാവുന്നതാണ്. നിങ്ങളുടെ അരക്കെട്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കാം. കാലുകൾ ഇതേ കണക്ക് ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം 1, കണ്ടില്ലേ, ഇതേ കണക്ക്. വീണ്ടും നിങ്ങൾ പൂർവ്വസ്ഥിതിയിലോട്ട് വരിക. അതിനുശേഷം അടുത്ത കാല് നിങ്ങൾ മുമ്പോട്ട് വെക്കുക, 2. മനസ്സിലായല്ലോ? ഇതേ കണക്ക് നമ്മൾ വാക്കിംഗ് ചെയ്യുവാണ്. നിങ്ങൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, 2 കാലുകളും ചേർത്ത് വെച്ചുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം. 1, പഴയ പൊസിഷൻ. അടുത്ത കാല് ഫ്രണ്ടിലോട്ട് വെക്കുന്നു, 2, വീണ്ടും പഴയ പൊസിഷൻ, 3, വീണ്ടും അടുത്ത കാല്, 4, 5, 6. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇതിനൊക്കെ എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈഡിലോട്ട് ഒരു 10 15 എണ്ണം ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ചു പോവുക. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു. സ്ട്രൈറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഒരു കാല് മുമ്പിലോട്ട് വെക്കുന്നു, ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട്. വീണ്ടും അടുത്ത കാല് മുമ്പോട്ട് വെക്കുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. വീണ്ടും അടുത്ത കാല് ഫ്രണ്ടിലോട്ട് വെക്കുന്നു. നൈസ്. ഇതേ കണക്ക്. നല്ല വർക്കൗട്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഗുണം ചെയ്യും ഈ ഒരു വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ. അതിനുശേഷം 1, നിങ്ങളുടെ നടുഭാവമൊക്കെ സ്ട്രൈറ്റ് ആയിരിക്കണം. 2, 3, 4. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യമൊക്കെ ചെയ്യാം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 വെയിറ്റ്, ചെറിയ 2 വെയിറ്റ് നിങ്ങൾക്ക് കയ്യിൽ നിങ്ങൾക്ക് ഹാങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. കൂടുതൽ എഫക്റ്റീവാണ്. ഇതേ കണക്ക്. ഇതേപോലെ ഹാങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നടക്കുന്നതിൻ്റെ 100 ഇരട്ടി ഗുണം നിങ്ങൾക്ക് ഈ ഒരു വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. ആവശ്യമാണ്. നിങ്ങൾക്ക് ഇതേ കണക്കുള്ള തിണ്ണയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്കുള്ള സ്റ്റൂൾ യൂസ് ചെയ്യാം. എവിടെങ്കിലും ഒന്ന് കാല് പൊക്കി വെക്കണം. അപ്പം നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉയരത്തിലോട്ടൊന്നും കാല് പൊക്കി വെക്കരുത്. അത് നിങ്ങൾക്ക് ഇഞ്ചറി ഉണ്ടാക്കും, പാടുമാണ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാല് ഇതേ കണക്ക് പൊക്കത്തിലോട്ട് കയറ്റി വെക്കുക. ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക്. ഇപ്പം നമ്മൾ ചെയ്ത അത് തന്നെ നമ്മൾ ഒരല്പം കാല് പൊക്കത്തിലോട്ട് വെച്ച് ചെയ്യുന്നത് മാത്രം. ഇതേ കണക്ക് കാല് പൊക്കി വെക്കുക, നിങ്ങളുടെ ബോഡി സ്ട്രൈറ്റ് ആക്കുക ഇതേപോലെ. അതിനുശേഷം നിങ്ങളുടെ കൈ ഇതേ കണക്ക് നിങ്ങൾക്ക് പിടിക്കാം. നിങ്ങളുടെ അരക്കെട്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിക്കാം. പതുക്കെ താഴോട്ട് പോവുക ഇതേപോലെ.
1. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട് പോവുക. 2. കണ്ടല്ലോ, സൂപ്പർ എക്സസൈസ് ആണ്. ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ ഈ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ്, നിങ്ങളുടെ തൈമസിലെല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. നിങ്ങൾ കാല് ഞാൻ പറയണ ഒരുപാട് പൊക്കത്തിലോട്ട് കയറ്റി വെക്കരുത്, ഈ ഒരു ലെവൽ മതി. ഓക്കെ, അതിനുശേഷം 1, 2, 3, 4. ഇങ്ങനെ ഒരു കാലിൽ 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നമ്മുടെ അടുത്ത കാല് ഇതേ കണക്ക് പൊക്കി വെക്കുക നിങ്ങൾ. ഓക്കെ, ഇതേ കണക്ക് പൊക്കി വെക്കുക. ഈ ഒരു പൊസിഷനിലോട്ട് വരിക. 1, 2, ഗുഡ്, 3. കണ്ടല്ലോ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ കാലിലും 10 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു 3-4 വട്ടം നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. സൂപ്പർ എക്സസൈസ് ആണ്. അപ്പോൾ 2 വർക്കൗട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം, കൂടുതലൊന്നും വേണ്ട, ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.